യേശുവിൻ്റെ ശബ്ദം കേട്ട് യേശുവിനെ അനുഗമിക്കുന്ന ദൈവവേദലെ, നിത്യതയുടെ ദർശനം പ്രാപിച്ച് നിത്യതയിലേക്ക് ഇടുക്കുവാതിലിലൂടെ ചുവടുകൾ വയ്ക്കുന്ന ദൈവവേദലെ, ദൈവം നിങ്ങൾക്ക് സർവായുധവർഗം തരികയാണ്. ഈ യാത്രയിൽ നിങ്ങൾ തളർന്നു പോകാതിരിക്കുവാൻ, വീണു പോകാതിരിക്കുവാൻ, പിശാചിൻ്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽക്കുവാൻ, ദുർദിവസങ്ങൾ വരുമ്പോൾ എതിർത്ത് നിൽക്കുവാൻ, സകലവും സമാപിച്ച് ഉറച്ചു നിൽക്കുവാൻ ദൈവം നിങ്ങൾക്ക് സർവായുധവർഗം തരികയാണ്. ഈ സർവായുധവർഗം ധരിച്ചാൽ നിങ്ങൾ സുരക്ഷിതരാണ്. ശത്രുവിൻ്റെ തന്ത്രങ്ങൾ നിങ്ങളെ ഫലിക്കത്തില്ല. ദൈവമിതാ നിങ്ങളുടെ തലയിൽ ഒരു ശിരസ്ത്രം തരികയാണ്. തിരുവചനം പറയുന്നു, രക്ഷ എന്ന ശിരസ്ത്രം. നമ്മളൊക്കെ വാഹനത്തിൽ സഞ്ചരിക്കുന്നവരാണ്. ബൈക്കിൽ സഞ്ചരിക്കുന്നവർ തലയിൽ ഹെൽമറ്റ് വയ്ക്കാറുണ്ട്. ഹെൽമറ്റ് എന്ന് പറഞ്ഞാൽ ശിരസ്ത്രം എന്നാണ്. തല സുരക്ഷിതമായിരിക്കേണ്ടതിന്, വീഴ്ചകളിൽ കേടുപാടുകളൊന്നും കൂടാതെ, തലച്ചോറിന് ക്ഷതം സംഭവിക്കാതെ സുരക്ഷിതമായിരിക്കേണ്ടതിനാണ് നാം ഹെൽമറ്റ് വയ്ക്കുന്നത്. ഇവിടെ ഇതാ ഈ സർവായുധവർഗത്തിൽ ദൈവം നമുക്കൊരു ശിരസ്ത്രം തരികയാണ്. അത് രക്ഷയാണ്. പ്രിയപ്പെട്ടവരെ, രക്ഷ എന്ന ശിരസ്ത്രം, നീതി എന്ന കവചം. നമുക്കൊരു ഹെൽമെറ്റ് വാങ്ങാൻ 1000 രൂപ 1500 രൂപയ്ക്ക് മതി. എന്നാൽ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ശിരസ്ത്രം അത് രക്ഷയാണ്. പുത്രനായ യേശു കാൽവറിയിൽ തകർക്കപ്പെട്ടപ്പോഴാണ്, ആ ശരീരത്തിൽ നിന്ന് രക്തം പുറത്തു വന്നപ്പോഴാണ് രക്ഷ വന്നത്. പ്രിയപ്പെട്ടവരെ, ഇതിന് വിലയിടാൻ നമുക്ക് കഴിയത്തില്ല. വില കൊടുത്ത് വാങ്ങാൻ കഴിയുന്ന ഒന്നല്ല ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. തൻ്റെ പുത്രനെ തകർത്തിട്ടാണ് രക്ഷ ഒരുക്കിയത്. നീതി എന്ന കവചം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ നീതിമാന്മാരാണ്. നിങ്ങളെ കുറ്റം ചുമത്താനോ ശിക്ഷിക്കാനോ ഇനി ആർക്കും സാധ്യമല്ല. യേശു കർത്താവ് ശിക്ഷാവിധി ഏറ്റുവാങ്ങി. യേശു കർത്താവ് നമുക്ക് പകരമായി തകർക്കപ്പെട്ടപ്പോൾ വെളിപ്പെട്ടു വന്ന ഒരു ദൈവനീതിയുണ്ട്. അതാണ് നിങ്ങൾക്ക് കവചമായി ദൈവം തന്നിരിക്കുന്നത്. നിങ്ങളെ കുറ്റപ്പെടുത്താൻ, നിങ്ങളെ ശിക്ഷിക്കാൻ ശത്രുവിന് കഴിയത്തില്ല. ഇത് ദൈവം നിങ്ങൾക്ക് നൽകുന്ന കവചമാണ്, നീതി എന്ന കവചം. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിക്കുന്ന നീതി. പിന്നെയും ഇതാ അരയ്ക്ക് സത്യം കിട്ടുവാനാണ് ദൈവം പറഞ്ഞിരിക്കുന്നത്. സത്യം വചനമാണ്. സത്യം അറിഞ്ഞാൽ നിങ്ങൾ സ്വതന്ത്രരാണ്. നിങ്ങളുടെ ബന്ധനങ്ങളെല്ലാം അടിയുന്നത് സത്യം അറിയുമ്പോഴാണ്. നിങ്ങളുടെ കയ്യിൽ ദൈവം ഒരു പരിച തരികയാണ്. ഒരു കയ്യിൽ പരിചയും മറുകൈയിൽ വാളുമാണ്. പരിച വിശ്വാസത്തെയാണ് കാണിക്കുന്നത്. ദുഷ്ടൻ്റെ തീയമ്പുകളൊക്കെയും തടുക്കുന്ന പരിച വിശ്വാസം, യേശുക്രിസ്തുവിലുള്ള വിശ്വാസം. മറുകൈയിൽ ദൈവം തരുന്നത് ആത്മാവിൻ്റെ വാളായ വചനമാണ്. ശത്രുവിൻ്റെ തന്ത്രങ്ങളോട് യേശു കർത്താവ് എതിർത്ത് നിന്നത് വചനം കൊണ്ടാണ്. എഴുതപ്പെട്ടിരിക്കുന്ന വചനങ്ങൾ തരികയാണ്. പ്രിയപ്പെട്ടവരിത് മാത്രമല്ല, സമാധാന സുവിശേഷത്തിനായിട്ടുള്ള ഒരുക്കം. കാലിനെ ചെരുപ്പാക്കുവിൻ. അതൊരു പുറപ്പാടിനെ കാണിക്കുക, ഒരു യാത്രയെ കാണിക്കുക. സുവിശേഷം പങ്കുവയ്ക്കാൻ വേണ്ടി ഒരുങ്ങണം. നിങ്ങൾ സുവിശേഷം അറിയിക്കണം. ഈ കവചം, ഈ ശിരസ്ത്രം, ഈ പരിചയം വാളും ഒക്കെ എടുത്ത് സത്യാരയ്ക്ക് കെട്ടിക്കൊണ്ട് നിങ്ങൾ സുവിശേഷം പറയാൻ പോകണം. സുവിശേഷത്തിനായി നിങ്ങൾ ഒരുങ്ങണം. അങ്ങനെ മുന്നേറുന്ന ഒരു ദൈവ പൈതൽ സുരക്ഷിതനാണ്. ആർക്കും നിന്നെ തകർക്കാൻ കഴിയത്തില്ല. ഇതെല്ലാം ആക്ടിവേറ്റ് ആകാൻ ഏതു നേരത്തും പ്രാർത്ഥിക്കുവിൻ. പ്രാർത്ഥനയിൽ പൂർണ്ണ സ്ഥിരത കാണിക്കുവിൻ.
പ്രിയപ്പെട്ടവരെ, നിത്യതയിലേക്ക് ചുവടുകൾ വയ്ക്കുന്ന ദൈവവൈതലേ, നിന്റെ യാത്രയിൽ ദൈവം നിനക്ക് തന്ന ആയുധവർഗം ധരിച്ചുകൊണ്ട് മുന്നേറുക. ജയം നിശ്ചയമാണ്. വചനത്തോട് പ്രതികരിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരും ഈ പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.